സ്തുതി യേശുവേ, ആരാധന 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 സ്തുതി യേശുവേ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഇപ്പോൾ വിവിധങ്ങളായ ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിലായിരിക്കുന്ന സർവ്വ മക്കളുടെ മേലും നിന്റെ കാരുണ്യത്തിന്റെ കരം ഇപ്പോൾ നീട്ടണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ നന്ദി, യേശുവേ നന്ദി, പിതാവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി സർവ്വ രക്തസാക്ഷികളോട് ചേർന്നുകൊണ്ട് സകല വിശുദ്ധരോടും ചേർന്നുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മാതൃസഹജമായ സ്നേഹത്തോടെ ഞങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, കുരിശിന്റെ തിരുനാൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വ മക്കളോട് ചേർന്നുകൊണ്ട് കർത്താവിന്റെ വലിയതായിരിക്കുന്ന കൃപകളൊന്ന് നിറയട്ടെ, 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 നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്തസാക്ഷികളോട് ചേർന്നുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇന്നോളം മരിച്ചിട്ടുള്ള രക്തസാക്ഷികളായി മരിച്ചിട്ടുള്ള ഓരോ രക്തസാക്ഷിയുടെ ചുടുനിണം ഇപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ശക്തി പകരട്ടെ. യേശുവേ, 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 യേശുവേ. ആരാധന സ്തുതി യേശുവേ, ആരാധന സ്തുതി യേശുവേ. മകളെ, ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിലാണ് നമ്മൾ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. നമുക്ക് വേണ്ടി പീഡ സഹിച്ച കർത്താവ്, നമുക്ക് വേണ്ടി അപ്പമായി തീർന്ന കർത്താവ്, നമുക്ക് വേണ്ടി കുരിശിലേറിയ കർത്താവ് ഇതാ നീ ഇരിക്കുന്ന സ്ഥലത്തേക്ക് കടന്നു വരാൻ കുതിക്കുന്നു. ഇന്ന് തിരുസഭാ മാതാവ് കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ആരാണ് ഈ ലോകത്തിൽ കുരിശുകളില്ലാത്തത്? കർത്താവിൻ്റെ വചനം ഒന്ന് ശ്രവിച്ചേൻ. 1 കൊരിന്ത്യർ 1:18. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഭോഷത്വമാണ്, രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ ദൈവത്തിൻ്റെ ശക്തിയാണ്. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഭോഷത്വമാണ്, രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ ദൈവത്തിൻ്റെ ശക്തിയാണ്. മക്കളെ, ദൈവത്തിൻ്റെ ശക്തി കാണണമെങ്കിൽ കാൽവരിയിലേക്ക് നോക്കണം. ദൈവത്തിൻ്റെ മഹത്വം കാണണമെങ്കിൽ സക്രാരിയിലേക്ക് നോക്കണം. കുരിശിൽ കിടന്നുകൊണ്ട്, കാൽവരിയിൽ കിടന്നുകൊണ്ട്, കുരിശന്മേൽ കിടന്നുകൊണ്ട് യേശു പറഞ്ഞില്ലേ, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. കർത്താവിൻ്റെ ശക്തിയാണ്, ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ ശക്തിയാണ് കുരിശിൽ നിന്നും പൊട്ടിപ്പുറപ്പെടുന്നത്. നമുക്കറിയാം, കുരിശ് അപമാനത്തിൻ്റെ അടയാളമാണ്. അതിപുരാതന കാലം മുതലേ കുരിശ് ഒരു പീഡനത്തിൻ്റെ ഉപകരണമായിരുന്നു. കള്ളന്മാരും കൊലയാളികളും സാമൂഹ്യ ദ്രോഹികളെയും തകർത്ത് കൊല്ലുന്ന കുരിശായിരുന്നു. എന്നാൽ യേശുവിൻ്റെ കുരിശുമരണത്തോടെ അവഹേളനത്തിൻ്റെ അടയാളമായ കുരിശ് രക്ഷയുടെ, ബഹുമാനത്തിൻ്റെ അടയാളമായി തീർന്നു. അത് കഴുത്തിൽ ധരിക്കാനും കഴുത്തിൽ അണിയാനും ഭവനങ്ങളിൽ സ്ഥാപിക്കാനും പ്രാർത്ഥനാലയങ്ങളിൽ സ്ഥാപിക്കാനുമൊക്കെ ശ്രദ്ധ വന്നത് കുരിശ് രക്ഷയുടെ അടയാളമായി തീർന്നുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ കുരിശിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന പുണ്യമായ ദിനത്തിൽ കുരിശ് രക്ഷയുടെ അടയാളമാണ്. പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ, ശാപത്തിൽ നിന്ന് രക്ഷിക്കാൻ, മരണഭയത്തിൽ നിന്ന് രക്ഷിക്കാൻ, തിന്മയുടെ സ്വാധീനങ്ങൾ രക്ഷിക്കാൻ കുരിശിന് ശക്തിയുണ്ട്. എപ്പോഴെങ്കിലും വലിയ ഭയമൊക്കെ വരുമ്പോൾ കഴുത്തിൽ കിടക്കുന്ന ജപമാലയുടെ അറ്റത്തുള്ള ആ കുരിശൊന്ന് പിടിച്ചു നോക്കിയ മോനെ, മോളെ, കർത്താവിൻ്റെ ശക്തി നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. വചനം പറയുന്നു, പ്രഭാഷകൻ 2:5, സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നത് പോലെ സഹനത്തിൻ്റെ ചൂളയിൽ
കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. എല്ലാവർക്കും സഹനങ്ങളുണ്ട്. ശിഷ്യന്മാർക്കും പൂർവ്വപിതാവായ അബ്രാഹത്തിനും പൂർവ്വ യൗസേപ്പിനും പ്രവാചകന്മാർക്കും അപ്പസ്തോലന്മാർക്കും വിശുദ്ധഗണങ്ങൾക്കും പരിശുദ്ധ കന്യാമറിയത്തിനും യേശുവിൻ്റെ അമ്മയ്ക്കും ഒക്കെ സഹനങ്ങളുണ്ടായിരുന്നു. സഹനം ജീവിതത്തിൻ്റെ ഭാഗമായി മാറുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിരപരാധികളായിരിക്കെ, നിഷ്കളങ്കരായിരിക്കെ ദൈവത്തിന് പ്രീതികരമായി ജീവിച്ചു എന്നതിൻ്റെ പേരിൽ കുരിശ് വഹിച്ചവരല്ലേ രക്തസാക്ഷികളായി മരിച്ചിട്ടുള്ളവർ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ പൗലോസ്ലീഹ എന്താ പറഞ്ഞത്? യേശു ക്രിസ്തുവിനോട് വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. ഈശോയോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആവശ്യമുള്ളവരെല്ലാം സഹനത്തിലൂടെ കടന്നു പോകേണ്ടി വരും. സഹനം ഒരു അനുഗ്രഹമായി മാറുകയാണ്. ഇന്ന് ഈ തിരുനാളിൻ്റെ ദിവസം കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കുരിശിൻ്റെ രണ്ടാമത്തെ സന്ദേശം തരുന്നത് കുരിശ് സ്നേഹത്തിൻ്റെ ഒരു അടയാളമാണ്. സ്നേഹത്തിൻ്റെ അടയാളമാണത്. നാം ദൈവത്തെ സ്നേഹിച്ചാലും ദൈവം നമ്മെ സ്നേഹിച്ചാലും നമ്മൾ നടന്നു നീങ്ങേണ്ട വഴികളുണ്ട്, നമ്മൾ കയറേണ്ട കാൽവരികളുണ്ട്. അതിലൂടെ നമ്മൾ നടന്നേ പറ്റൂ. അതുകൊണ്ടാണ് സ്നേഹവും സഹനവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് എന്ന് പറയുന്നത്. വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. 91 സങ്കീർത്തനം 14 വാക്യം, അവൻ എന്നോട് സ്നേഹത്തിൽ ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എന്നോട് സ്നേഹത്തിൽ ഒട്ടിച്ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് അവൻ്റെ എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും അവൻ്റെ എല്ലാ ജീവിത പ്രതിസന്ധികളിൽ നിന്നും ഞാൻ അവനെ രക്ഷിക്കും. കാരണം കുരിശ് സ്നേഹത്തിൻ്റെ അടയാളമാണ്. ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് യേശുവിനെ അനുഗമിക്കാനും യേശുവിനെ അനുകരിക്കാനുമുള്ളതാണ്. കുരിശിലേക്ക് നോക്കിക്കൊണ്ട് വേണം യേശുവിനെ അനുഗമിക്കാൻ. ഈശോ പറഞ്ഞില്ലേ, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദിവസേന തന്നെ പരിത്യജിച്ച് ദിവസേന തൻ്റെ കുരിശമെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരിക. അതാണ് പറഞ്ഞത്. ചെറുതോ വലുതുമായിരിക്കുന്ന ഓരോ സമയങ്ങളിലും ഓരോ മണിക്കൂറുകളിലും ഓരോ ദിവസങ്ങളുണ്ടാകുന്ന എത്ര ചെറുതും വലുതുമായ കുരിശും എടുത്തുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെ വരിക. യേശു മുന്നിൽ നിന്ന് നമ്മെ ശക്തിപ്പെടുത്തുന്നുണ്ട്. നമ്മൾ കാണാറില്ലേ, മീനക്കാറ്റ് വൃക്ഷങ്ങളെ വളർത്തുന്നത് പോലെ ദുഃഖ ദുരിതങ്ങളാണ് മനുഷ്യ ജീവിതങ്ങളെ വളർത്തുന്നത്. അത് കുഞ്ഞുങ്ങളായാലും യുവാക്കന്മാരായാലും വൈദികരായാലും സിസ്റ്റേഴ്സായാലും ഏകസ്ഥരായാലും വയോവൃദ്ധരാണെങ്കിലും രോഗികളാണെങ്കിലും അവരെ വളർത്തുന്നത് സഹനങ്ങളാണ്. ഇത് നമ്മുടെ ഹൃദയത്തിൽ എഴുതി വയ്ക്കണം. ഓരോ രോഗത്തിൻ്റെയും പിന്നിൽ, ഓരോ വേദനയുടെയും പിന്നിൽ ദൈവസ്നേഹത്തിൻ്റെ മാധുര്യമുണ്ടെന്ന് എത്ര പേർ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്? എത്ര പേർ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്? എൻ്റെ പ്രിയപ്പെട്ടവരെ, വേദനകൾ, സഹനങ്ങൾ, കുരിശുകൾ അതൊരു ശാപമല്ല, ദൈവസ്നേഹത്തിൻ്റെ അടയാളമാണ്. ഞാൻ സ്നേഹിച്ചതിൻ്റെ പേരിൽ, ഞാൻ മറ്റുള്ളവരെ സഹായിച്ചതിൻ്റെ പേരിൽ നീ വേദനിക്കാൻ ഇടവന്നിട്ടുണ്ട് എങ്കിൽ ദൈവസ്നേഹത്തിൻ്റെ അടയാളം നിന്റെ ഹൃദയത്തിലും നിന്റെ നെറ്റിത്തടത്തിലും യേശു മുദ്ര കുത്തിയിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കുക, കുരിശ് സ്നേഹത്തിൻ്റെ അടയാളമാണ്. വീണ്ടും കുരിശ് നമുക്ക് തരുന്ന സന്ദേശം, കുരിശ് പ്രതീക്ഷയുടെ അടയാളമാണ്. വലിയ പ്രതീക്ഷ തരുന്നത് ഈ സഹനങ്ങൾക്കപ്പുറത്ത് മറ്റൊരു ജീവിതമുണ്ട്, ഈ വേദനയ്ക്കപ്പുറത്ത് മറ്റൊരു സന്തോഷമുണ്ട് എന്ന് ദൈവം നമ്മോട് പറയുന്നുണ്ട്. സഹനങ്ങളിലെ യേശു മനോഭാവം എന്തായിരുന്നു എന്ന് ചിന്തിക്കാറുണ്ടോ? നിന്ദിക്കപ്പെട്ടപ്പോൾ ഈശോ പകരം നിന്ദിച്ചില്ല. പീഡനമേറ്റപ്പോൾ ഈശോ ആരെയും ഭീഷണിപ്പെടുത്തില്ല. പട്ടാളക്കാർ ചാട്ടവാറുകൊണ്ട് അടിച്ചപ്പോൾ തിരിഞ്ഞു നിന്ന് ഒരക്ഷരം പോലും മിണ്ടിയില്ല. ദൈവഹിതത്തിന്
പൂർണ്ണമായി അവിടുന്ന് ഭരമേൽപ്പിച്ചത് ഓർമ്മിക്കുന്നില്ലേ? ഈശോ കരഞ്ഞില്ല, ഈശോ സ്വരമുയർത്തിയില്ല, യേശു ആരെയും എതിർത്തിട്ടില്ല, യേശു ആരിൽ നിന്നും വിട്ടുമാറിയിട്ടില്ല, യേശു ആരെയും തിരിച്ചടിച്ചിട്ടില്ല. വീടുകളിലൊക്കെ ആരെങ്കിലും നമുക്കെതിരായൊക്കെ പറയുമ്പോൾ സ്വരമുയർത്താറില്ലേ? കരങ്ങൾ ഉയർത്താറില്ലേ? ഭീഷണി മുഴക്കാറില്ലേ? അതിൻ്റെ പേരിൽ എത്രയെത്ര പ്രതിസന്ധികളാണ് ഓരോ ഭവനത്തിലും കടന്നു വരുന്നത്. ഈശോ എന്നോട് പറയുന്നു, നീ ശരീരത്തിൽ പീഡനമേൽക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ മനോഭാവം നിനക്ക് ആയുധമായി മാറട്ടെ എന്നാണ് പറയുക. ക്രിസ്തുവിൻ്റെ മനോഭാവം നമുക്ക് ആയുധമായി തീരട്ടെ എന്ന്. വീണ്ടും കുരിശ് നമ്മോട് പറയുന്നു, ദൈവാശ്രയ ബോധത്തിൻ്റെ അടയാളമാണ് കുരിശുകൾ. അല്ലേ? അങ്ങനെയല്ലേ? ദൈവത്തെ കണ്ടുമുട്ടാനായിട്ട് സഹനങ്ങൾ നമ്മെ സഹായിച്ചിട്ടില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മെ മനസ്സിലാക്കപ്പെടാതിരുന്നപ്പോൾ, ന്യായമായ ആവശ്യങ്ങൾ പോലും നിഷേധിക്കപ്പെട്ടപ്പോൾ, കാരണമില്ലാതെ വീട്ടിലുള്ളവരും നാട്ടിലുള്ളവരും ഇടവയിലുള്ളവരും നിന്ദിക്കപ്പെട്ടപ്പോൾ, സമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും തിരസ്കൃതമായപ്പോൾ, കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയല്ലോ എന്ന് ചിന്തിക്കാറില്ലേ? സഹനങ്ങൾ ദൈവാശ്രയ ബോധത്തിലേക്ക് നമ്മെ വളർത്തും. വീണ്ടും കുരിശ് ഒരു പാലമാണ്, സ്വർഗത്തിലേക്ക് കയറാനുള്ളൊരു പാലം. കുരിശ് ശിഷ്യത്വത്തിലേക്ക് വളരാനായിട്ടുള്ളൊരു പാലമാണത്. ഒരിക്കൽ മദർ തെരേസ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് വേദന കൊണ്ട് പൊളയുമ്പോൾ ഒരു വേദന സംഹാരി ഗുളിക കൊണ്ട് കൊടുത്തപ്പോൾ മദർ തെരേസ പറഞ്ഞു, ഈശോയ്ക്ക് വേണ്ടി അല്പം സഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് മരുന്ന് വേണ്ട. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന, സാവധാനം ജീവിതത്തിൻ്റെ നിത്യതയിലേക്ക് ഉയർത്താനായിട്ട് നമ്മെ സഹായിക്കുകയാണ്. അവസാനമായിട്ട് കുരിശൊരു പാഠപുസ്തകമാണ്. നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ, വേദനകൾ ഉണ്ടാകുമ്പോൾ, പൊട്ടിക്കരയേണ്ട നിമിഷങ്ങൾ വരുമ്പോൾ കുരിശിൻ്റെ മുമ്പിൽ വന്ന ഒരു നിമിഷം നിന്നും നോക്കുക. കരുണ, സ്നേഹം, ക്ഷമ, ത്യാഗം, ഇത് പഠിപ്പിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് കുരിശ്. ദൈവാലയത്തിൽ സ്ഥാപിക്കപ്പെട്ട കുരിശിൻ്റെ മുമ്പിൽ, നിന്റെ കുടുംബത്തിലും നിന്റെ മുറിയിലും സ്ഥാപിക്കപ്പെട്ട കുരിശിൻ്റെ മുമ്പിൽ നീ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയതായിരിക്കുന്ന ഒരു പാഠം നിന്നെ പഠിപ്പിച്ചു തരും. നമുക്ക് മനസ്സിലാകാത്ത പാഠങ്ങൾ കുരിശിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കി തരും. രാജ്യത്തിൻ്റെ ഭാവി ക്ലാസ് മുറിയിൽ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടാണെങ്കിൽ, ദൈവരാജ്യത്തിൻ്റെ ഭാവി പഠിക്കുന്നത് കാൽവരിയിൽ തൂങ്ങപ്പെട്ട യേശുവിൻ്റെ കുരിശിൻ്റെ മുമ്പിലാണെന്ന് പറയുവാൻ പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആത്മീയ വഴികളിലെ വിജയ രഹസ്യം സഹനമാണ്. സഹിക്കുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. സഹനത്തിലൂടെയാണ് ആത്മാക്കളെ നേടുവാനായിട്ട് നമുക്ക് സാധിക്കുക. ഈശോ സഹിച്ചതുകൊണ്ടല്ലേ മാനവകുലം മുഴുവൻ രക്ഷ പ്രാപിച്ചത്. അബ്രാഹാം സഹിച്ചതുകൊണ്ടല്ലേ വിശ്വാസിയുടെ പിതാവായി തീർന്നത്. ജോസഫ് സഹിച്ചതുകൊണ്ടല്ലേ ഈജിപ്തിലെ ഭരണാധികാരിയായി തീർന്നത്. ജോബ് സഹിച്ചതുകൊണ്ടല്ലേ ഇരട്ടി അനുഗ്രഹം പ്രാപിക്കാൻ ഇടവന്നത്. അപ്പസ്തോലന്മാർ സഹിച്ചതുകൊണ്ടല്ലേ സുവിശേഷം വളർന്നത്. വിശുദ്ധന്മാർ സഹിച്ചതുകൊണ്ടല്ലേ വിശുദ്ധമായിരിക്കുന്ന പദവിയിലേക്ക് അവരെ ഉയർത്താൻ ഇടവന്നത്. മാതാപിതാക്കന്മാർ സഹിച്ചതുകൊണ്ടല്ലേ മക്കൾ ഉയർത്തപ്പെട്ടത്. മക്കളെ, നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. മുറിക്കപ്പെട്ട പൂക്കളാണ് അൾത്താരയിൽ വെക്കുന്നത്. നമുക്ക് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. രക്ഷയുടെ അടയാളമായ വിശുദ്ധ കുരിശേ, സ്നേഹത്തിൻ്റെ അടയാളമായ വിശുദ്ധ കുരിശേ, ദൈവാശ്രയ ബോധത്തിൻ്റെ അടയാളമായ വിശുദ്ധ കുരിശേ, പാഠപുസ്തകം ഞങ്ങളുടെ ജീവിതത്തിൽ സനാതന സത്യങ്ങൾ പഠിപ്പിക്കുന്ന കുരിശിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങൾ ഇരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന അനേക മക്കളുണ്ട്. മകളെ, നമുക്ക് കരങ്ങൾ ഉയർത്താം. നിന്നെയാണ് കർത്താവ് നോക്കി നിൽക്കുന്നത്. കുരിശുകൾ സഹിക്കുന്ന പ്രിയപ്പെട്ട മകനെ, മകളെ, നീ മഠത്തിലായിരിക്കാം, നീ ഒരു സെമിനാരിയിലായിരിക്കാം, നീ ഒരു ദൈവാലയത്തിലായിരിക്കാം, നിന്റെ കുടുംബത്തിന്റെ ഏകാന്ത തടവറയിലായിരിക്കാം. കർത്താവ് പറയുന്നു, നിന്റെ കണ്ണീര് ഞാൻ കാണുന്നുണ്ട്,
നിന്റെ കണ്ണുനീര് ഞാൻ കാണുന്നുണ്ട്. നിന്റെ എൻ്റെ കരളിനോട് ചേർത്ത് വെച്ച് സഹിക്കുവാനുള്ള ശക്തി അവിടെ നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. എല്ലാവരും കരങ്ങൾ ഉയർത്തി യേശു നാമം വിളിച്ചേ, യേശുവേ എന്ന് വിളിച്ചേ, യേശുവേ 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 യേശുവേ. എല്ലാവരും ചേർന്ന് വചനം പറയുന്നു, അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണുനീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. മോനെ മോളെ, കർത്താവാണ് പറയുന്നത്. ദിവ്യകാരുടെ നാഥൻ നമ്മോട് പറയുന്നു, മക്കളെ, നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്, നിന്റെ കണ്ണുനീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. എത്രയെത്ര സങ്കടം നിറഞ്ഞ ദിനരാത്രങ്ങൾ, എത്രയെത്ര കുടുംബത്തിന് നീർച്ചാലൊഴുകുന്ന, സങ്കടത്തിന് നീർച്ചാലൊഴുകുന്ന കുടുംബങ്ങൾ. ഭാര്യ ഭർത്തൃ സംശയത്തിൻ്റെ പേരിൽ കുടുംബങ്ങൾ തമ്മിലുള്ള കലഹങ്ങൾ, വെറുപ്പ്, വൈരാഗ്യം, പ്രതികാരം എന്നതിൻ്റെ പേരിൽ കണ്ണുനീര് സ്വന്തമാക്കിയിരിക്കുന്ന എത്രയോ മക്കളാണ് ഇന്നേ ദിവസം ഈ ആരാധന സംബന്ധിക്കുന്നത്. നമുക്ക് കരങ്ങൾ ഉയർത്താം. നിന്റെ കണ്ണുനീരിന്റെ ചരിത്രത്തിലേക്ക് യേശു കടന്നു വരികയാണ്. നിന്റെ വേദനയുടെ ചരിത്രത്തിലേക്ക് യേശു കടന്നു വരികയാണ്. അതരങ്ങൾ തുറന്ന് തുറന്ന് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി പിതാവേ, സ്തോത്രം സ്തോത്രം, മഹത്വം മഹത്വം, ആരാധന, നന്ദി ആരാധന, നന്ദി ആരാധന. കണ്ണുനീര് വിട്ടുകൊടുക്കുക. നിന്റെ സങ്കടത്തിന്റെ ചരിത്രം കർത്താവിന്റെ കരങ്ങൾക്ക് വിട്ടുകൊടുക്കുക. യേശു ഇതാ നിന്റെ ജീവിതത്തിൽ സ്പർശിക്കുന്നുണ്ട്. അനേക മക്കളുടെ കണ്ണുനീര് കർത്താവ് തൊട്ട് തൊട്ട് അനുഗ്രഹിക്കുന്നുണ്ട്. യേശുവേ യേശുവേ യേശുവേ. കണ്ണുനീർ കാണേണമേ നാഥാ, കാരുണ്യം ചൊരിയണമേ. വചനം പറയുന്നു, ഞാൻ അവരുടെ വിലാപം ആഹ്ലാദമാക്കി മാറ്റും, അവരുടെ ദുഃഖമകറ്റി അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യും. ഞാൻ അവരുടെ വിലാപം ആഹ്ലാദമാക്കി മാറ്റും, അവരുടെ ദുഃഖമകറ്റി സന്തോഷിപ്പിക്കുകയും ചെയ്യും. അനേക മക്കൾ ദിവ്യകാരുടെ നാഥൻ്റെ മുമ്പിൽ നമ്മൾ കരയേണ്ടത് യേശുവിൻ്റെ മുമ്പിലാണ്, മനുഷ്യരുടെ മുമ്പിലല്ല നമ്മൾ കരയേണ്ടത്. നമ്മുടെ കണ്ണുനീര് യേശുവിൻ്റെ മുമ്പിലേക്കാണ് കൊടുക്കേണ്ടത്. നമ്മുടെ സ്വന്തം പദ്ധതികൾ തകർന്ന് തരിപ്പണമാകുമ്പോൾ, ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ വരുമ്പോൾ, ജീവിതം മുഴുവൻ കണ്ണുനീരായി മാറുമ്പോൾ, പ്രിയപ്പെട്ടവർ പോലും തന്നെ തള്ളിപ്പറയുമ്പോൾ, ഒരു ഇഞ്ച് സ്ഥലം സ്വന്തമായി ഇല്ലാതെ വരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഓരോ മനുഷ്യൻ്റെയും കണ്ണുനീര് എത്രയോ വലുതാണ്. വാടകയ്ക്ക് പണം കൊടുക്കാനില്ല, ലോണ് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല, കണ്ണുനീര് മാത്രമാണ്. ഈ കണ്ണുനീർ പുഴയുടെ നടുവിൽ ഇരുന്നു കൊണ്ട് എത്ര പേർക്ക് യേശുവിനെ നോക്കി സ്തുതിക്കാൻ പറ്റും? നീ കരങ്ങൾ ഉയർത്തി സ്തുതിച്ചു കൊള്ളുക. നിന്റെ കുടുംബത്തിന്റെ സങ്കടങ്ങളിലേക്ക്, നിന്റെ തകർന്ന സ്വപ്നങ്ങളിലേക്ക് ഈശോ കടന്നു വരികയാണ്. നിന്റെ വിലാപം ഇന്നല്ലെങ്കിൽ നാളെ ആഹ്ലാദമാക്കി മാറ്റുന്ന കർത്താവ്, നിന്റെ ദുഃഖമകറ്റി സന്തോഷിപ്പിക്കുന്ന കർത്താവ് ഇതാ നിന്റെ സന്നിധിയിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഒന്ന് വിളിച്ചേ മക്കളെ, യേശുവേ. ഈശോയിലേക്കൊന്ന് ഉറ്റുനോക്കിയേ. അവിടുന്ന് ഹൃദയം തകർന്നവരെ സുഖപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വെച്ച് കെട്ടുകയും ചെയ്യും. അവിടുന്ന് ഹൃദയം തകർന്നവരെ സുഖപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വെച്ച് കെട്ടുകയും ചെയ്യും. ഇന്ന് നീ രോഗിയാതിൻ്റെ പേരിലാണോ നീ കരയുന്നത്? ക്യാൻസർ രോഗിയാണോ നീ? ഒരു ട്യൂമർ രോഗിയാണോ? കോവിഡ് ബാധിച്ച് പല ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ശ്വാസം കിട്ടാതെ ന്യൂമോണിയ ബാധിച്ച് വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു രോഗിയാണോ നീ? നിന്റെ ശ്വാസകോശം ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണോ?
നീ ഒരു ഹൃദയരോഗിയാണോ? ഈശോ പറയുന്നത് കേൾക്കുന്നില്ലേ? തകർന്നവരെ സുഖപ്പെടുത്താൻ കർത്താവ് കടന്നു വരികയാണ്. ഇപ്പോൾ ആശുപത്രി കിടക്കുന്നവരിലേക്ക്, ഭവനത്തിൽ കട്ടിലിൽ നിത്യരോഗികളായി കിടക്കുന്ന പക്കലേക്ക് ഈശോ കടന്നു വരികയാണ്. കരമുയർത്തി പ്രാർത്ഥിക്കുക. മാതാപിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിന്റെ ഭവനത്തിൽ തളർന്നു കിടക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നാടിൻ ഞരമ്പ് തളർന്ന് ഇനി ഒരിക്കലും ജീവിതത്തിൽ കടന്നു വരികയില്ല എന്ന് പറയുന്ന ആ മകന്റെ പക്കലേക്ക് ഇപ്പോൾ ഇതാ ഈശോ നിന്റെ പക്കലേക്ക് വരികയാണ്. ഒന്ന് വിളിച്ച മക്കളെ, യേശുവേ 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 യേശുവേ. ഈശോ പറയുന്ന വചനം ഒന്ന് ശ്രവിച്ചേൻ. ക്ഷീണിതരെ ഞാൻ ശക്തിപ്പെടുത്തുകയും ദുഃഖിതരെ ഞാൻ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ക്ഷീണിതരെ ശക്തിപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. എത്രയോ യുവജനങ്ങളുടെ കണ്ണുനീര് ഞാൻ കണ്ടിട്ടുണ്ട്. എത്രയോ ദമ്പതിമാരുടെ കണ്ണുനീര് കണ്ടിട്ടുണ്ട്. രക്ഷപ്പെടാൻ പറ്റുന്നില്ല അച്ഛാ. ഈ ദുശീലത്തിന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. സ്വയം ഭോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. സ്വവർഗഭോഗത്തിന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. മൃഗഭോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ഈ പ്രേമബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ബ്ലൂ ഫിലിം കാണാതിരിക്കാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് കരങ്ങൾ ഉയർത്താം. രണ്ട് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിശ്വസ്തനായ ദൂതൻ തന്നെ അയച്ചവർക്ക് കൊയ്ത്തുകാലത്ത് തണുപ്പുമായി എത്തുന്ന മഞ്ഞുപോലെയാണ്. കർത്താവെ, ഞങ്ങളിതാ കരമുയർത്തി പ്രാർത്ഥിക്കുന്നു. ഭവന നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിദേശ യാത്ര തടസ്സങ്ങൾ മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിസ തടസ്സങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൊഴിൽ തടസ്സങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതാ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ നടക്കുന്ന എല്ലാ ധ്യാന മന്ദിരങ്ങളോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരമുയർത്തി തന്നെ സ്തുതിക്കട്ടെ. സ്തുതിക്കുന്നു. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ അവിടുന്ന് അവരോടൊത്ത് വസിക്കും. അവിടുന്ന് അവരുടെ മിഴികളിലെ കണ്ണിനെ തുടച്ചു മാറ്റും. ഇതാ പഴയതെല്ലാം കടന്നുപോയി, പുതിയത് വന്നു കഴിഞ്ഞു. സ്വരമുയർത്തി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കുരിശിലാണ് എന്റെ രക്ഷ, കുരിശിലാണ് വിജയം, കുരിശിലാണ് മഹത്വം. ഈ പുണ്യദിനത്തിൽ കർത്താവിന്റെ വലിയ കൃപകൾ ഒഴുകിയിറങ്ങട്ടെ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. കൃപ ചൊരിയണമേ കർത്താവേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കുരിശോളമെത്തുന്ന സ്നേഹം ബലിയായി തീരുന്ന സ്നേഹം മുറിയപ്പെടും ദിവ്യ സ്നേഹം ചുടുചോര ചിന്ത